മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഒരു വിശിഷ്ട ഇടത്താണ് ഉള്ളത്. പൗർണമിക്കാവ് ശ്രീ ത്രിപുര സുന്ദരിദേവി ക്ഷേത്രം, അത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ് ഈ പൗർണമിക്കാവ് ക്ഷേത്രം. ഇവിടെ ഇന്നൊരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. 216 ഗോത്ര വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു സമൂഹ വിവാഹം. ഒരുപക്ഷെ സമൂഹത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നൊക്കെ നടക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വേദിയായി മാറുകയാണ് ഇന്നത്തെ പൗർണമിക്കാവിലെ ഈ ദിവസം. അതുകൊണ്ട് തന്നെ മോർണിംഗ് വൈബ്സ് ഇന്ന് ചേരുന്നത് പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് പങ്കുവെക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ തോതിൽ ഈ പൗർണമിക്കാവ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. പൂർണ്ണമായും ഒരു സമൂഹ വിവാഹത്തിൽ, അത് പ്രത്യേകിച്ചും ഗോത്ര വിഭാഗത്തിലുള്ള 216 പേരുടേതാണ്. അതായത് 108 ദമ്പതികൾ ഇന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ വിവാഹിതരാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായും നടക്കുന്നു. നമുക്ക് കാണാം, അവിടെ പൂച്ചെണ്ടുകളൊക്കെ തയ്യാറാക്കുന്നു സമൂഹ വിവാഹത്തിനായി. ഒരുപാട് കാഴ്ചകൾ, വിശേഷങ്ങളുണ്ട് ഈ പൗർണമിക്കാവിലെ ഈ ദിവസത്തിൽ, ഈ ദിനത്തിൽ. അതുകൊണ്ട് തന്നെ പൗർണമിക്കാവിലെ കാഴ്ചകളിലേക്ക്, വർത്തമാനങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടുത്തെ പ്രധാന ഭാരവാഹികൾ, ക്ഷേത്രം ട്രസ്റ്റി, PR എല്ലാം നമ്മളൊപ്പം ചേരും. എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമുക്കറിയാം, ഇത് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും നമുക്ക് മോർണിംഗ് വൈബ്സിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൗർണമിക്കാവിലെ ഈ കാഴ്ചകളും നമ്മൾ ഇന്ന് മോർണിംഗ് വൈബ്സിൽ സജീവമായി തന്നെ കാണിക്കുകയും ചെയ്യും. എന്താണെങ്കിലും ഈ പൗർണമിക്കാവിലെ ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു പരിസരത്ത് സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം നൽകുന്ന ഒരു ദിവസം. പ്രത്യേകിച്ചും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവാഹം, അത് ഇത്രയും ആളുകളെ ഒരുമിച്ച് സംഘടിപ്പിച്ച് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇവിടുത്തെ നമ്മുടെ PR ആയിട്ടുള്ള സുനിൽ, താങ്കൾ ഇതിന്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെച്ചാൽ വളരെ സന്തോഷം. എന്നാലും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ന്യൂസ് 18 പതിവ് ലൈവ് ഇന്ന് പൗർണമിക്കാവ് അമ്മയുടെ തിരുമുറ്റത്ത് നിന്നാണെന്നുള്ളത് തന്നെ വളരെ സന്തോഷദായകമാണ്. ലോകം മുഴുവൻ പൗർണമിക്കാവിൽ ഇന്ന് നടക്കുന്ന വിശേഷം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഗോത്ര ആചാരപ്രകാരം ഗോത്ര മൂപ്പന്മാരോടൊപ്പം 218 യുവതീ യുവാക്കൾ ഈ മഹാസന്നിധിയിൽ ഇന്നലെ വൈകിട്ട് തന്നെ എത്തിച്ചേർന്നു. കല്യാണത്തിന്റെ തലേ ദിവസം വീടുകളിലുള്ള ആചാരം പോലെ തന്നെ അത് വളരെ മംഗളകരമായി നടന്ന് സ്വർണം, വസ്ത്രം, അവർക്ക് 1 മാസത്തേക്കുള്ള വീട്ടിലെ പലവ്യഞ്ജനങ്ങൾ, ഇതെല്ലാം ഇന്നലെ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ട്രസ്റ്റും നൽകിയിരുന്നു. തന്നെയുമല്ല, അവരുടെ സ്ഥലങ്ങളിൽ വെച്ച് അട്ടപ്പാടി, അഗളി, സത്യമംഗലം, ഇടുക്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹം നടക്കുന്നതിന് 1-2 മാസം മുമ്പ് എൻഗേജ്മെന്റ്, വിവാഹ നിശ്ചയം നടക്കുന്നത് പോലെ അവരുടെ ദേശത്തെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച് അവരുടെ ഗോത്ര മൂപ്പന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വിളിച്ചുകൂട്ടി ഗവൺമെന്റ് അതോറിറ്റീസ്, അവരുടെ ഇടകളിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പൗർണമിക്കാവ് ട്രസ്റ്റി ശ്രീ MS ഭുവനേന്ദ്രൻജിയുടെയും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ടിന്റെയും നേതൃത്വത്തിൽ നടന്ന വിവാഹ നിശ്ചയത്തിൽ ഞാനും പങ്കെടുത്തയാളാണ്. നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു അന്തരീക്ഷമാണ് തോന്നിയത്. കാരണം ഗോത്ര മേഖലകളിൽ വനവാസികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ദൃശ്യമാധ്യമങ്ങളുടെയും വാർത്താമാധ്യമങ്ങളുടെയും ഒക്കെ മനസ്സിൽ കയറിയത്, ആദിവാസി ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ച വനമേഖലയിലെ വീരപ്പൻ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ താവളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ ആധ്യാത്മിക സങ്കല്പത്തെയും തോൽപ്പിക്കുന്ന നിലയിൽ ഹോമകുണ്ടത്തിന്റെ ചുറ്റുമിരുന്ന് അവരുടെ മാതാപിതാക്കളെ നമസ്കരിച്ച് ഗോത്ര ആചാര്യന്മാരെ മാനിച്ചുകൊണ്ട് ഈ യുവതീ യുവാക്കൾ നടത്തിയ അത്ഭുതകരമായ ഒരു കർമ്മം നമ്മളെയും വാസ്തവത്തിൽ ലാളിത്യമുള്ളവരാക്കി മാറ്റി. അപ്പൊ വനവും നാടും ഒന്നാണെന്നൊരു പ്രപഞ്ച സങ്കല്പം ദേവിയുടെയാണ്. അതിൽ ജാതിയില്ല, മതമില്ല, കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. ക്രൈസ്തവർ പള്ളിയെയും ബൈബിളിനെയും ഉപയോഗിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ ഖുറാനെയും മോസ്കിനെയും ഉപയോഗിക്കുന്നത് പോലെ അമ്പലങ്ങളെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു കുറവ് ഹിന്ദു സമൂഹത്തിനുണ്ട്. അത് പരിഹരിക്കാൻ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മഹാസങ്കല്പം ഒരു ദേവീ ക്ഷേത്രത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ 51 അക്ഷര ദേവതകൾ കുടികൊള്ളുന്ന പൗർണമിക്കാവ് ബാലഭദ്ര ത്രിപുരസുന്ദരി ക്ഷേത്രത്തില് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതിന്റെ ആധികാരികതയെ പറ്റി കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ഒക്കെ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഇത് ജനങ്ങളിൽ എത്തിക്കുക. ന്യൂസ് ഈസ് സംതിങ് ന്യൂ ഫ്രം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന
അക്ഷരങ്ങളിൽ നിന്നാണല്ലോ ആ വാക്കുണ്ടായത്. അതെ. അപ്പൊ അക്ഷരദേവതമാർ ഒരുമിച്ച് കൂടുന്ന ഒരു സങ്കേതത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര വിപുലമായ ഒരു ചടങ്ങ് ആവിഷ്കരിച്ചത് എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ മറുപടി, ധനലക്ഷ്മി ബാങ്കിന്റെ ആദ്യത്തെ ശാഖ ഉദ്ഘാടനം ചെയ്തത് പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ ത്രിപുരസുന്ദരി ദേവിയുടെ വിഗ്രഹം വെച്ച് ഡോക്ടർ വിപിൻ ദാസ് ശ്രീ MS ധ്വനേന്ദ്രൻജിയെ കൊണ്ടാണ് അതിന്റെ ഭദ്രദീപം തെളിയിച്ചത്. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്ന് ഈ ബാങ്ക് വളർന്ന് 100 ശാഖകളിൽ എത്തുന്നു, അന്ന് 108 ദമ്പതികളുടെ വിവാഹം ഈ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തും. വാസ്തവത്തിൽ ക്ഷേത്രത്തിന്റെ PRO എന്ന നിലയിൽ എന്നെയും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു വിപിൻ ദാസിന്റേത്. കാരണം കേരളത്തിലൊരു ധനകാര്യ സ്ഥാപനം തുടങ്ങി അത് വേഗം 100 ശാഖകളായി എത്തുക എന്നത് അചിന്ത്യമായ ഒരു കാര്യമാണ്. പക്ഷേ വിപിൻ ദാസിന്റെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന യുവതീ യുവാക്കളുടെ സമർപ്പണവും പൗർണമിക്കാവ് ദേവിയുടെ അനുഗ്രഹവും കൂടി ആയപ്പോ സ്വർണത്തിന് സുഗന്ധം പോലെ, ചന്ദനത്തിന് ഹരിചന്ദന സുഗന്ധം പോലെ ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടു. ഹൗ യു തിങ്ക് സോ യു ഫോം എന്നാണല്ലോ നമ്മുടെ ആപ്തവാക്യം. നിങ്ങൾ എന്താ സമർപ്പണത്തോടുകൂടി നിഷ്കാമമായി ചിന്തിക്കുന്നുവോ അത് നടപ്പിലാക്കുന്ന ബാധ്യത ജഗദീശ്വരിയുടേതാണ്. ആ ജഗദീശ്വരിയാണ് നമുക്ക് വായുവും വെള്ളവും പ്രദാനം ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ദിവസങ്ങളോളം ഇരുന്നേക്കാം, വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ഇരുന്നേക്കാം, പക്ഷെ വായു ശ്വസിക്കാതെ ഒരു നിമിഷം നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൗർണമിക്കാവ് ദേവിയുടെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ വന്നിരുന്ന ഒരു സ്ഥലമാണ് അരിവിപ്പുറത്തേക്ക് പോകുന്ന വഴി എന്നാണ്. ആ സ്ഥലത്താണ് നമ്മൾ പഞ്ചമുഖ ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ ഒരു സങ്കല്പം ലോകത്തിൽ വേറെ ഇല്ല. അകത്ത് പൗർണമിക്കാവിൽ അമ്മയുടെ വലതുവശത്ത് ലക്ഷ്മി ദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഗണപതിയും ലോകത്ത് വേറെയില്ല. വിപിൻ ദാസ് ഇവിടെ എല്ലാ പൗർണമിക്കും വർഷങ്ങളായി വരുന്ന ആളാണ്. അദ്ദേഹം ഈ ഓരോ ദേവതയുടെയും മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മറ്റൊരു വലിയ കാര്യം, ഇവിടെ 2 കുബേരന്മാരുടെ വിഗ്രഹമുണ്ട്. നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുമല്ലോ? എല്ലാം കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ കൊണ്ട് നടന്ന് കാണിച്ചു തരണം. തീർച്ചയായിട്ടും നമുക്ക് അക്ഷരദേവിയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം ഒന്ന് ശ്രീ പള്ളിക്കൽ സുനിൽ, നമ്മുടെ ക്ഷേത്രത്തിന്റെ PRO കൂടിയാണ്, അദ്ദേഹമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം നമ്മളൊപ്പം തുടരുകയും ചെയ്യും. ഞാൻ ഈ മോർണിംഗ് വൈബ്സിൽ കുറച്ച് വാർത്തകളും കൂടി പോകണം. അപ്പോൾ നമുക്ക് ഈ വാർത്ത